അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ്. ഭയങ്കര വൈറലായ സാധനമാണ് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഉമ്മ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനൊന്നും ഉമ്മക്ക് അറിയില്ലാന്ന്. നിങ്ങളെ മുമ്പിലൊന്ന് കൊടുക്കുക, പിന്നെ ബാക്ക് എടുക്കുക. ഉമ്മ ഒരു മുത്തം ചോദിച്ചു. അല്ല, ഉമ്മ ഒരു എന്തായാലും ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഉമ്മ പൊണ്ണു ചോദിച്ചു, ഞാൻ ബെല്ലി കൊടുക്കാണ്. വേഗസ് മൊറോട്ട അല്ല എന്ന് പറയും. മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. പക്ഷെ ഇന്ന് കുട്ടിക്ക് ഫീവറാണ്. സോ അത് ഇന്ന് കുട്ടിക്ക് ഫീവറാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എവിടെ പോകുന്ന പ്ലാൻ ഇല്ല. ഒന്ന് വീട്ടിൽ നന്നായിട്ടൊന്ന് വൃത്തി ചെയ്യണം. അപ്പോൾ രാവിലെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഫീവർ വരാനുള്ള റീസണും ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടുള്ളത് കൊണ്ടാണ് ഫീവർ ഇതൊക്കെ വരുന്നത്. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ക്ലൈമറ്റ് ഇഷ്യൂൻ്റെ പ്രോബ്ലം ആയിരിക്കും മേ ബി. അപ്പോൾ മൊയ്സ് ഫീവർ വന്നിട്ട് ഇപ്പോൾ 1 ആഴ്ച അല്ല 4 days ആയി. ഞങ്ങൾക്ക് വെള്ളം പിന്നെ മരുന്നൊക്കെ കൊടുത്തട്ടാ. എന്താ ഫുഡ് വേണ? കഞ്ഞിയാണ്. കഞ്ഞിയല്ലേ കുടിച്ചിട്ട് മതിയാവൂലേ? ചപ്പാത്തി ചപ്പാത്തിയാ. അപ്പം ഉമ്മച്ചിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഉമ്മച്ചിൻ്റെ വർക്കൗട്ട് ഡ്രസ്സാണ് എൻ്റെ മോൻ ഇട്ടത്. ഇട്ടിട്ട് കോൾഡ് ആവുന്ന അത്ര അതിനെ പറഞ്ഞത് പണിക്കുന്നിട്ട്. മരുന്ന് കുടിക്കാ? നിന്റെ ഡ്രസ്സ് ഇട്ട് വാങ്ങിയതാ. പണിയില്ല നിന്റെ പോയാ ഗ്രാൻഡ് മാ ഹൗസ്ಗ? എന്താ ഗ്രാൻഡ് മാ ഹൗസിലെന്ത് പോകത്തെ? അവിടെ എന്താ പോയാലോ? അവിടെ എന്താ പോയാലോ? ഗ്രാൻഡ് മാ ഹൗസ് പോയാലോ? എന്താ ആര് കുടിക്കാൻ വരുന്നേ? കുടിക്കാൻ വരുന്ന? എന്ത് കുടിക്കാന്? മരുന്ന് വേണേ? കഫ പണിക്ക് ആന്റിബയോട്ടിക് ഒക്കെ തണ്ടല്ലോ കൊടുക്കണ്ട. വേണ്ട, ആന്റിബയോട്ടിക് കൊടുക്കാൻ തന്നെ ഇതാക്കട്ടെ സെക്യൂർ. ഇത് മരുന്ന് വാങ്ങണ്ടേ? മരുന്ന് കുടിക്കണ്ട? ആരപ്പ 1 week ആയിട്ട് കുട്ടിക്ക് മരുന്നില്ല. വേഗസ് മൊറോട്ട അല്ല എന്ന് പറയും. പറഞ്ഞു കോൾഡ് ഇല്ല. കോൾഡ് മാറിയാ? മാറിയാ? ആ കുറച്ച് പറഞ്ഞു. കുറച്ച് മരുന്ന് കുറിച്ച് പറഞ്ഞട്ടെ. ഇല്ല ഞാൻ ഗ്രാമീണ ഹൗസ് കൂട്ടി. ചോറാണ് ചോദിക്കുന്നത്. ചോറും നല്ലത്. അപ്പം അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചോറും. പക്ഷെ ഞാൻ കൂടുതൽ കൊടുക്കാറില്ല. ഉച്ചക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ചോറിനെ കാട്ടി എനിക്ക് കൂടുതൽ കഞ്ഞിയാണ്. അപ്പൊ രാവിലെ കഞ്ഞി കുടിച്ചോണം. ഏതിപ്പാ? അത് ബാറ്ററിയാണ്. അത് വെച്ചോ. എന്തിനാ നീ എടുത്ത? അത് ക്ലോക്കിന്റെ ബാറ്ററിയാ. ക്ലോക്കിന്റെ ബാറ്ററിയാ. അത് വെച്ചിട്ട് അത് എടുക്കണ്ട. നിനക്ക് ചോറ് തരാ. ബാ. സംടൈംസ് ആണ് 8 മോളിലിരിക്കും, ഇല്ലെങ്കിൽ താഴെയാണ്. ചൂടുണ്ടട്ടെ. ചിക്കൻ എടുക്കുന്നില്ല, അത് മാത്രം. ചായം ഫേവറേറ്റ് ചായ ആൻഡ് ചായം. കണ്ടില്ലേ പാത്രങ്ങൾ ഇങ്ങനെ നക്കി കഴിക്കണമെന്ന്. പാത്രങ്ങളെ ഫുഡ് ഇല്ലാഞ്ഞിട്ടല്ല, അത് എന്തൊക്കെമ്മ പാത്രങ്ങൾ നക്കി തിന്നരേ. കേട്ടാ അല്ലാഹുവിൻ്റെ റസൂൽ അതിന് തിന്നിട്ട് കഴുകിയിട്ട് വെള്ളം കുടിച്ചിക്കണ. അത്രയും ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന്. സ്കൂൾ പോവാതെ നീ എന്താ മൊബൈൽ നിനക്ക് സുഖമില്ലേ? എനിക്ക് നല്ല മൊബൈൽ വാങ്ങാം. മൊബൈൽ ചോദിക്കാതെ കുട്ടിയല്ല. അപ്പൊ ഗ്രാൻഡ് ഹൗസ് പോയി. അപ്പൊ ഗ്രാൻഡ് ഹൗസ് പോയി. തുമ്പ തുറന്നപ്പോ കുടി, അത് കുടി, ജ്യൂസ് കുടി.
കല്ലെടുത്ത് ആ ചിന്തരുത്. ആ നിന്റെ ദേഷ്യം ഇവിടെ കാണിക്കണ്ട കേട്ടോ. നിന്റെ ദേഷ്യം ഇവിടെ വേണ്ട. എന്തായി അയ്യോ തൊണ്ടുണ്ട് എല്ലാ സാധനം കാണുന്നുണ്ട്. അത് അടിക്കരുത്. ഉമ്മച്ചി പാവാണ്. ഉമ്മച്ചി ഞാൻ പോവും. ഉമ്മച്ചി ഗ്രാൻഡ് ഹൗസ് പോയി. ഉമ്മച്ചി ഗ്രാൻഡ് ഹൗസ് പോവേ. അങ്ങനെ ആക്കിയാൽ ഉമ്മച്ചി ഗ്രാൻഡ് ഹൗസ് പോവും. പോയി ബാ, ഞങ്ങൾ രണ്ടാൾ പോയി ബാ. അവിടെ ഇരിക്കാം. ബാ അവിടെ പോയി. ചോക്ലേറ്റ് ഈ ഫിവറിന്റെ ടൈമിൽ അത് ഇതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ചോക്ലേറ്റ് എന്തിനാണ് തരട്ടാ? പിന്നെ വാങ്ങിത്തരാം. പിന്നെ ഏട്ടാ യാറപ്പ നോക്ക്. കഫക്കെട്ടൽ നിന്നെ ഹോസ്പിറ്റലിൽ കൂട്ടി പോട്ട് ഞാന്. ഭയങ്കര കഫക്കെട്ടലുണ്ടോ? ഹോസ്പിറ്റലിൽ പോവാ ആയിട്ട് പോകുന്നത്. ഒരു ഉമ്മക്ക് കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പൊ ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. എന്തായി ഇല്ല, ടി വി കേടാക്കിട്ടില്ല. ഇവിടുത്തെ നോക്കട്ടെ, ഞാൻ വെച്ചിട്ട് നോക്കട്ടെ ഇവിടുത്തെ. ഓ സ്കൂള് കഴിക്കാതുണ്ടല്ലേ കുട്ടിയല്ലേ. ഫിവറാണ് പാവാണെന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫിവർ ആണെങ്കിലും പ്രശ്നമില്ലായിരുന്നു, സ്കൂളിൽ പോയാലേ മതിയായിരുന്നു. ഒന്ന് ഇടി മുഖಕ್ಕೆ പറക്കി വെച്ചിട്ടുണ്ട്. എന്തായി നിക്ക് ഓപ്പൺ ആവട്ടെ. ഓപ്പൺ ആവുന്ന സബറില്ല. നോക്കൂ, സബറില്ല കുട്ടിക്ക്. കുറച്ച് ഉറങ്ങണ്ടേ? ബാറ്ററി നിക്ക് വരട്ടെ. അത് ഓപ്പൺ ആവണ്ടേ ಬೇಗ. ഇത് കടിച്ചാൽ പിന്നെ കേടാവും റിമോട്ടോ. പിന്നെ റിമോട്ട് കേടായാലും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് ടിവിൻ്റെതും അല്ല. LG ലാണെങ്കിലും ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് മൊബൈലിൽ റിമോട്ട് ഡൗൺലോഡ് ആക്കാം. ഇതിൽ അങ്ങനല്ല. ഇതൊക്കെ അപ്പൊ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഉമ്മാക്കും പണിയുണ്ട്. ഇന്ന് നിന്റെ പോണ്ട ചൊന്നല്ലേ, 4 പോണ്ട. ഉമ്മ പോയാ മതി. ഉമ്മ ഒരു ദിവസം നിക്കൂലല്ലോ. ഇല്ല പോവണ്ട, 4 പോന്ന് പറഞ്ഞാല്. ഇനി എനിക്ക് അവിടെ വെള്ളമൊക്കെ എടുക്കാണ്ട് ഞാൻ പോണെന്ന് പറയുന്നു. അപ്പോ നോക്ക, നമുക്ക് പോവാം. ഓക്കെ, നമ്മളെ ട്രിപ്പ് ഇന്നത്തേത് ഇങ്ങനെയാണ്. സോറി, ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നേരെ വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം. ഇവിടെ വണ്ടിയും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അയ്യോ ക്ലോസ് ആണല്ലോ. ക്ലോസ് ഇല്ല കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറച്ച് ചീപ്പാണ്. ഇഷ്യൂക്കൊരു ടിഫിൻ ബോക്സ് വേണമായിരുന്നു. ആകെ ഇതിനുള്ളത് 99 റുപ്പീസ് ഓൺലി. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഒരു ഹാൻഡ് വാഷ് ബോട്ടിൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹാൻഡ് വാഷ് ബോട്ടിൽ നോക്കാണ്. ഇത് കണ്ടില്ലേ, ജസ്റ്റ് 200 റുപ്പീസ് ഉള്ള റീചാർജബിൾ ബ്ലെൻഡർ ആണ് അത്ര. പിന്നെ ഈ സ്റ്റീലിൻ്റെ ഡസ്റ്റ് എടുക്കുന്ന സാധനം കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. 99 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഈ പ്ലേറ്റിന് പെർ പ്ലേറ്റിന് 79 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു 5 വാങ്ങി. പിന്നെ ഈ പ്ലേറ്റിന് 99 റുപ്പീസ് ആണ്. അങ്ങനെ അവിടെ ഉള്ള കളക്ഷൻസ് കുറച്ച് വാങ്ങി. ഇത് ഗ്ലാസ് ലുക്കാണ്, പക്ഷെ ഗ്ലാസ് അല്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെയുള്ള ബർണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ബർണി ആകെ 145 റുപ്പീസ് മാത്രമേ ഉള്ളൂ. വാങ്ങണമെന്നുണ്ടായിരുന്നു, എനിക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ആക്റ്റീവായിട്ട് വന്നതല്ലേ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇൻ കേസ് പ്രൊമോഷൻ വീഡിയോ ആയാലും നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റൂലല്ലോ. കാരണം നിങ്ങൾക്കെല്ലാം ഇതുള്ളത് മാംഗ്ലൂരിലാണ്. ഞങ്ങൾക്ക് ഇവിടെ ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. ഈ ബർണി ആവട്ടെ, ബോട്ടിൽസ് ആവട്ടെ, ആൻഡ് ബക്കറ്റ്, ഇതൊക്കെ ഇവിടെ വീടൊക്കെ വയ്ക്കുന്ന ആൾക്കാർക്ക്, റെൻ്റൊക്കെ വീടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാങ്ങാൻ പറ്റുന്നു. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ അങ്ങനെ ഒരു ചീപ്പ് ക്വാളിറ്റി ഒന്നല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കിട്ടുന്നത്. നമ്മളെ ബഡ്ജറ്റിൽ ഇത് വെരി അഫോർഡബിൾ ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് നോമ്പിലൊക്കെ വന്നിട്ട് വാങ്ങണം കുറച്ച് ഐറ്റംസ് ഒക്കെ. ഞാൻ ഓൺലൈൻ വഴി അത് ഇതൊന്നൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ക്യാഷ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റീസെൻ്റ്ലി 1 ഇയർ ആയിട്ടുള്ളൂ ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ട്. ഞാൻ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഒരു 3 മന്ത്സ് ആയിട്ടേ ഉള്ളൂ. സോ ഇത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള ചീപ്പസ്റ്റ് റേറ്റ് കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ടെന്നുള്ളത്. ചില ഐറ്റംസ് 1 to 99 റുപ്പീസിൽ ഉണ്ടായാലും ചിലത് ഇവിടെ ബ്രാൻഡഡും ഉണ്ട് കേട്ടോ.
സോ ഞാൻ ഇവിടുന്ന് 2 ബക്കറ്റ് അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വരെ ഒന്നും ആയിട്ടില്ല. സോ ഞാൻ കുറച്ച് ആയിരുന്നു ഈ ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്വാളിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ടാവോ, പൊട്ടിപ്പോവോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ലൊരു ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള സാധനങ്ങളാണ്. കുട്ടികൾ കണ്ടാൽ ഇവിടെ ഭയങ്കരമായിട്ട് വാശി പിടിക്കട്ടോ. എനിക്ക് ടോയ്സ് വാങ്ങിത്താന്ന്. പക്ഷെ ഞാനിങ്ങനെ ഷോപ്പിലൊക്കെ വരുമ്പോൾ കുട്ടികളെ കൂട്ടാറില്ല. കാരണം എനിക്ക് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന സാധനമായിരിക്കും ഈ ഒരു ബർഗർ ടിഫിൻ. സ്റ്റീലായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വാങ്ങിയേനെ. ഇത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല. ഗ്യാസ് ലൈറ്റർ ആകെ 79 rupees ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാ ഒരുപാട് വൈറലായിട്ടുള്ള ഈ ഒരു ഫേസ് മസാജർ നോക്കില്ലേ 3D വന്നിട്ടുള്ളത്. ജസ്റ്റ് 99 rupees ഉള്ളൂ. എനിക്കെന്നെ ഷോക്കായി. ഇതെന്തിനാ ജസ്റ്റ് 99 rupees കൊടുക്കുന്നുള്ളൂ എന്നുള്ളത്. പിന്നെ ഞാൻ ടോയ്സൊന്നും അധികം കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാറില്ല. വേണമെങ്കിൽ ഫുഡ്, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രസ്സ് അങ്ങനെയൊക്കെ വാങ്ങി കൊടുക്കും. അങ്ങനെ ഉമ്മ ഒരു സ്റ്റീൽ സ്റ്റെയിനർ ഇങ്ങനെ പാത്രം വയ്ക്കുന്നത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിവിടെ നോക്കുമ്പോൾ 2800 ആണ്. സോ ഇതിന് 2400 സംതിങ് എന്തോ പറഞ്ഞു. സോ ഇപ്പോൾ ഇതിന് ആവശ്യമില്ല, പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു തവ കേട്ടോ, ഇത് ഞാൻ മുമ്പ് വാങ്ങിയിരുന്നു. പിന്നെ വാട്ടറിൻ്റെ ഇവർ ടെമ്പറേച്ചർ കാണുന്ന ഹോട്ട് വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 200 എന്തോ സംതിങ് ആണ് ഇതിൻ്റെ റുപ്പീസ്. എത്ര ചൂടുവെള്ളം വയ്ക്കുക, അത്ര ടെമ്പറേച്ചർ കാണിക്കുക എന്നാണ് പറയുന്നത്. നോക്കത് ടെസ്റ്റ് ചെയ്തിട്ട്. കുട്ടികൾക്ക് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാനാണ് പാട്. അതിനുവേണ്ടി ഇതൊന്ന് വാങ്ങി നോക്കാം. കുറച്ച് ഷോപ്പിംഗ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഉമ്മാൻ്റെ വീട്ടിലേക്കും കുറച്ച് കുട്ടികൾക്ക് വാങ്ങി. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകട്ടെ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇത് കണ്ടില്ലേ സാധനം വാങ്ങിയിട്ടോ. അപ്പോൾ എനിക്കിവിടെ ബില്ലായിട്ടുള്ളൂ ഇത്ര സാധനങ്ങൾ 2300 ഒരു സാധനം വാങ്ങുമ്പോൾ തന്നെ ഒരുപാട് ക്യാഷ് ആവും. ഞാനങ്ങനെ വീട്ടിലേക്ക് കൂടുതലായിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. പറങ്കി വെട്ടുന്നതാണ്. ഒന്ന് വീട്ടിലേക്ക് ഇതാണ് കേട്ടോ നമ്മളെ നാട്ടിലത്തെ ടൗൺ. ഉമ്മ വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ അർജൻറ്റാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഉമ്മ വെയിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ആവുന്നത്. എൻ്റെ വെയിറ്റ് ചെയ്യുന്നത് ഇടയിടയ്ക്ക് കോൾ വിളിക്കുന്നതെന്ന്. ഞാൻ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ വിളിക്കേണ്ട ഉമ്മ ഇടയിടയ്ക്കെന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇടയിടയ്ക്ക് വിളിക്കുന്നു കുട്ടി, അങ്ങനെ ആക്കുന്നത് കുട്ടി കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ പുറത്തൊക്കെ വരണമെങ്കിൽ വണ്ടിയായിട്ടൊക്കെ വരണമെങ്കിൽ കുട്ടികളൊക്കെ കാമായിരിക്കണം. എന്നും ടെൻഷനായിരിക്കുമോ വീട്ടിലെന്താക്കിയെന്ന് പറഞ്ഞാൽ ഉമ്മക്ക് ഹാൻഡിലാക്കാൻ പറ്റില്ലല്ലോ സംടൈംസ്. വണ്ടി ഇവിടെ ഉണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. സാധനങ്ങൾ ഇവിടെ കുത്തി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാര്യം ചെയ്യാം, കുറച്ച് സാധനങ്ങൾ ഡിക്കിൽ വയ്ക്കാം. ഡിക്കിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ വയ്ക്കാൻ എടുത്ത് നല്ലത്. എല്ലാം വേണ്ടതല്ല. ഹാൻഡ് ബോക്സെല്ലാം ഇട്ട് തന്നു. പ്ലേറ്റ്സൊക്കെ കുറച്ച് പട്ടോ നോക്കണം. പട്ടോ എനിക്കില്ല, ബുദ്ധിമുട്ടാവുന്നുള്ളത് വേണ്ട. അങ്ങനെ പോണം വീട്ടിലേക്ക്. ഒന്ന് ഗ്ലൗസ് ഇടണം. അയ്യോ ഇതാവുന്നില്ലല്ലോ, ആവുന്നില്ല. നോക്കട്ടെ. ഇപ്പായി പൂച്ചെടി എടുക്കുമ്പോൾ. ഒരു വഴിയിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അങ്ങോട്ട് കിടക്കണം, എനിക്ക് സൈഡ് കിടക്കണം. ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ട് കഴിക്കണം. ഞാൻ റോങ് റൂട്ടിൽ പോകാറില്ല കേട്ടോ. ഇങ്ങനെ റൈറ്റ് വേറെ പോയാൽ എനിക്ക് ഒരുപാട് ഒരു ഫോട്ടോ ഞാൻ റോങ് റൂട്ടിൽ പോകാറില്ല, സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് 4 kilometer വേണം. ഞാൻ അയച്ചേട്ടോ. വെയിൽ കണ്ടില്ലേ, എന്നിട്ട് സാധനങ്ങൾ ഒരു സൈഡിൽ വെച്ചപ്പോൾ അവിടെ വീലാണ്. അപ്പോൾ ടയർഡായിക്കണം. കുറച്ച് വെള്ളം എന്തെങ്കിലും കിട്ടിയാലും മതിയായിരുന്നു. കുറച്ച് വെള്ളമൊന്നും കുടിക്കാറില്ലല്ലോ. ഗ്ലൗസ് ഒന്നും വയ്ക്കാൻ കേട്ടോ കയ്യിൽ. ഈ ഗ്ലൗസ് കിട്ടുമ്പോൾ വിചാരിക്കുമോ ഭയങ്കര റൈഡറായിരിക്കുന്നു. റൈഡറൊന്നല്ല, ആ കൈ ഇങ്ങനെ
ടാൻസ് വന്നാൽ ഭയങ്കര പാടാണേ റിമൂവ് ആക്കാൻ. മുമ്പേ ടാൻസ് വരുന്നുണ്ട്, നമ്മൾ ജിമ്മ് പോകുമ്പോൾ കൈക്ക് ഗ്ലൗ ഒന്നും ഇടൂലല്ലോ. ഓ മൈ ഗോഡ്. അപ്പോഴേക്ക് അവിടെ കണ്ടില്ല. ബസ്സിലെത്തി. മോൾക്കൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. ഞാൻ അതിന് കറിയൊന്നും അറിയില്ല, എന്താ പറയണ്ടെന്ന് അറിയില്ല. ഈ വെയിലത്ത് എവിടെ പോവാണ്? ബേക്കറി പോകണം. അവിടെ ഭയങ്കര ടയർഡാവും. അത് ഞാൻ ഉച്ചക്ക് 11 മണിക്ക് പോയിട്ട് ഇപ്പോൾ 12 മണിക്ക് കറക്റ്റിലാണ് തിരിച്ചു വരുന്നത്. ഒന്ന് ചൂട് കഴിയാൻ വേണ്ടി തൈരെങ്കിലും കഴിക്കണം. പോയിട്ട് അവനെ കംപ്ലൈൻറ്റ്. എന്താ മൈജ അങ്ങനെ ആക്കുന്നേ? അടിക്കുന്ന എന്തിനാ നീ? ചപ്പാത്തി കേട്ടോ അത്ര. അപ്പൊ ചപ്പാത്തി കൊടുക്കാൻ ഉമ്മക്ക് കുറച്ച് ലേട്ടായപ്പോ എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞു. അവനക്ക് കുറച്ച് ദ്വേഷം ജാസ്തി. അവന്റെ ഏജ് അങ്ങനെയാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാവും, വിശ്വസിക്കുന്നു ശരിയാവും എന്നുള്ളത്. എനിക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ ടെൻഷൻ. എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ അവര് എന്തെങ്കിലും ചെയ്യോ അല്ല ഫൈറ്റ് ആക്കോ വീട്ടില്, അതിനടി വയ്ക്കോ എന്നുള്ളത്. 6 പ്ലേറ്റ് ഉമ്മക്ക് എന്ത് കൊടുത്താലും സമാധാനമില്ല. ഉമ്മക്ക് എല്ലാത്തിനും ഉമ്മ എന്താ അറിയോ, ബ്രാൻഡഡ് ആണ്. ബ്രാൻഡഡ് ഇടാല്ല ഉമ്മക്ക് ബ്രാൻഡ് സാധനങ്ങൾ വേണം. കൊടുക്കുമ്പോ എന്താ പറയാ, ഇത് ടിഫിൻ ബോക്സ് കേട്ടോ. ഇത് ഞാൻ ഇഷുകാണ് വാങ്ങിയിട്ടുള്ളത്. ഇഷുഗു അവനക്ക് ഒരു ടിഫിൻ ബോക്സ്. പക്ഷെ ഇതിൽ ചൂടൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ചൂട് ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് കൊടുക്കരുത്, നമ്മൾ സ്റ്റീലിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇതൊരു പ്ലേറ്റ് നോക്കി, ഇത് നല്ല രസമല്ലേ ഗൈസ്. ഇതുണ്ടല്ലോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയത്. ജസ്റ്റ് എന്തെങ്കിലും ഫ്രൂട്ട്സോ ഇല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ നോക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും കണ്ടില്ലേ? ഇതെന്താ അറിയോ, ഇതിനാകെ 99 റുപ്പീസ് ആണല്ലോ. ഇത് എൻ്റെ കുട്ടികൾക്ക് പൈനാപ്പിൾ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് കഴിയുന്നത്. അതുകൊണ്ട് പൈനാപ്പിൾക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിയത്. കാരണം ഇതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ പൈനാപ്പിൾ സ്ക്വീസ് ആവുന്ന പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ കുട്ടികൾക്ക് ഞാൻ കാണുന്ന ഈ പൈനാപ്പിൾ അല്ല ഇവിടെ അല്ലേ മുറിക്കുന്നേ, അവിടെ ജസ്റ്റ് അല്ലേ. ഇത് കണ്ടില്ല, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഹോട്ട് വാട്ടർ. ഇതൊന്നും ഞാൻ ഹോട്ട് വാട്ടർ വഹിച്ചിട്ട് കാണിക്കട്ടാ. ഇതൊക്കെ കാണിക്കുന്നു എന്താണ് നമ്മളെ ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നു എന്ന് പറയുന്നത്. ഇതിന് 200 ആണ്. അപ്പോൾ നോക്ക്, ചീപ്പ് റേറ്റിൽ വാങ്ങിയതാ എന്താവുന്നുള്ളത്. നോ മൈക്രോവേവ് സേഫ്, നോട്ട് ഡിഷ് വാഷർ സേഫ്. വാണിംഗ് ബാറ്ററി ഇൻസൈഡ് നോട്ട് മൈക്രോവേവ് സേഫ്. ബാറ്ററി ഇൻസൈഡ് നോട്ട് മൈക്രോവേവ് സേഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ തന്നെ കാണിച്ചല്ലോ. ഇതെന്താ അറിയോ ജമല്, ഇത് ഞാൻ പിന്നെ കാണിക്കട്ടോ. ഇതാ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ്. ഇത് ഫേസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ്. ഇത് ഭയങ്കര വൈറലായ സാധനമാണ് കേട്ടോ. ഇത് എത്രയൊക്കെ ചീപ്പിൽ എന്തിനാ കൊടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നല്ല സാധനമാണ് കേട്ടോ. അപ്പൊ ഉമ്മ ഒരു മുത്തം ചോദിച്ചു, അല്ല ഉമ്മ ഒരു എന്താ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഉമ്മ പൊണ്ണു ചോദിച്ചു, ഞാൻ ബെല്ലി കൊടുക്കാണ്. ഇതാ കൊടുത്തല്ലോ. ഇന്ന് പാല് കായ്ക്കാൻ വേണ്ടി പാല് കായ്ക്കാൻ കത്തിക്കാനുള്ള തീയും ലൈറ്ററും സ്റ്റൗ ഒക്കെ എന്റേതാണ് കേട്ടോ. ഇതാ മോളോട് വന്നിട്ട് കുടുങ്ങി പിന്നെ വീട്ടിലത്തെ ക്ലീൻ ചെയ്യാന് ഇതൊക്കെ വീഡിയോ കാണിച്ചിട്ടാണ് കൊടുക്കുള്ളൂന്ന്. അതാണ് പബ്ലിസിറ്റി വേണ്ടേ കൊടുത്തതൊക്കെ, ഇല്ലെങ്കിൽ കണക്കില്ലല്ലോ മോളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഫ്ലോർ ക്ലീനറാണ് കേട്ടോ. അപ്പൊ ഞാൻ കൊടുത്ത സാധനങ്ങൾ തന്നെ ഉമ്മ ഫസ്റ്റ് പോയിട്ട് വീട് ക്ലീൻ ചെയ്യണം. ഇതാ അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു ഡിഷ് വാഷറാണ്, പാത്രം കഴുകാനുള്ളത്. അവിടെ ഉണ്ടല്ലേ
ഇത് നമ്മളെ മൊയ്സിക്കാണ് കേട്ടോ. ഇനി ചോദ്യങ്ങൾ വരും. അവർക്കൊക്കെ വാങ്ങി, കുഞ്ഞുങ്ങൾക്ക് വാങ്ങില്ല. ഇതാ ഇത് മൊയ്സിക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്, കുട്ടികൾക്ക് വാങ്ങുന്നുണ്ട്. ഉമ്മക്കൊരു ഹാൻഡ് വാഷ് വാങ്ങി. ഹാൻഡ് വാഷ് കേട്ടാ. ഉമ്മക്ക് ചോദിക്കുന്നത് ഷാമ്പു ആണോന്ന്. കൈ കഴുകുന്നത് ഹാൻഡ് വാഷ്. ഇതൊരു ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് അല്ലേ, ഒരു മോഡലായിട്ട്. ഓക്കെ കണ്ടില്ലേ, ഇതാ അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാം. നമുക്ക് എൻ്റെ മോള് സൗദ എനിക്ക് ഇത്ര ഗിഫ്റ്റ് തന്നു, വളരെ സന്തോഷമായി. നാളെ മാതൃഭൂമി ന്യൂസിലിട ഇട്ടാൽ മതിയോ? മാതൃഭൂമി ന്യൂസിലിടണോ പിന്നെ ഏത് ന്യൂസ്? എല്ലാ ന്യൂസിലും വരട്ടെ, കേരള ന്യൂസിൽ വരട്ടെ. വളരെ സന്തോഷമായി നമുക്ക് ഇത് വാങ്ങുമ്പോൾ. മോൾ തന്നത് ഞാൻ വാങ്ങിയത്. അപ്പൊ ഇത് എനിക്ക് താന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യാനൊന്നും ഉമ്മക്ക് അറിയില്ലാന്ന്. പക്ഷെ ഇതൊന്ന് കൊടുത്തിട്ട് പിന്നെ ബാക്ക് എടുക്കുന്നത് നല്ലതല്ലേ? നിങ്ങളെ മുമ്പിലൊന്ന് കൊടുക്ക, പിന്നെ ബാക്ക് എടുക്കാം. ഇത് തിരിച്ചു വാങ്ങിപ്പോയി. പഠിച്ചിട്ടല്ലേ ഞമ്മള് തന്നിട്ട്. അപ്പൊ ഇങ്ങനെ തന്നെയല്ലേ കൊടുക്കണം. ഞാൻ അറിഞ്ഞിട്ട് കൊടുക്കണേന്ന്. ഞമ്മൾ അറിയാതെ കുറഞ്ഞാൽ നമുക്ക് വിലയില്ല. എല്ലാം പബ്ലിസിറ്റി ചെയ്ത് തന്നെ കൊടുക്കണം. ഞാൻ പോവല്ലേ? വേറെ സാധനം വേണ്ട. ഇതെന്താ അവിടുന്ന് ഇത് വേണ്ട, തേങ്ങ വേറെ ഇടലും വേണ്ടല്ലേ? ഉമ്മാന്റെ പേഴ്സണൽ കാര്യത്തിൽ നമ്മളാരെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. അത് ഉറപ്പായിട്ട് സത്യമാണ്. നമ്മൾ കൊടുത്തത് വാങ്ങുമല്ലോ. നമ്മളെ അത് വേണം ഇത് വേണം. ഇതുവരെ എൻ്റെ അടുത്താവട്ടെ, എൻ്റെ അനിയനോടാവട്ടെ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കത് വേണം എനിക്കിത് വേണം. വീട്ടിലത്തെ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ സാധനം അത് വാങ്ങി ഇത് വാങ്ങുന്നു പറഞ്ഞല്ലാതെ ഉമ്മാന്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരിക്കലും എനിക്ക് പർദ്ദ വേണം, ചെരുപ്പ് വേണം, അത് വേണം, ഒന്നും ഒരാളും ഡിപ്പെൻഡ് ആയിട്ടില്ല. ഉമ്മാനോടുണ്ടോ വാങ്ങും, ഇല്ലെങ്കിലും മിണ്ടാതിരിക്കും. അങ്ങനെയാണ് ഉമ്മ. പിന്നെ കണ്ടില്ലേ ഉമ്മ, ഞാനിങ്ങനെ പബ്ലിസിറ്റി കല്ലോ, ഞാൻ വരുന്നത് ഉമ്മാന്റെ സന്തോഷത്തിനാണ് ഇങ്ങനെ കൊടുത്തത്. അതാണ് പിന്നെ ആരും വിചാരിക്കേണ്ട പബ്ലിസിറ്റിന് വേണ്ടി കൊടുത്തു എന്നുള്ളത്. എനിവേ, അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളും, കാരണം ഞാൻ ഇത്ര കൊടുത്തതൊന്നും ഒരു സാധനം അല്ല കേട്ടോ. ഉമ്മൻ്റെ ഒരുപാട് സാധനം എൻ്റെ വീട്ടിലുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ആ കട്ടിൽ വാങ്ങിക്കുന്നത്, ടി വി വാങ്ങിക്കുന്നത്, ആ കട്ടിൽ ടി വി അതൊക്കെ ഞാൻ ഇവിടെ ലീസ് ഹൗസിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതൊക്കെ എൻ്റെ വീട്ടിലത്തെ സാധനങ്ങളാണ്. എനിക്കൊരു സാധനങ്ങളും ഇല്ല കേട്ടോ. കാലി എൻ്റെ പാത്രങ്ങൾ മാത്രം ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഒരു ഈ ടേബിളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തതൊന്നും ഒരു കാര്യമല്ല. പിന്നെ വേറെ കട്ടിലുണ്ടായിരുന്നു, വേറെ കുറച്ച് സാധനങ്ങളുണ്ടായി. അത് നമ്മൾ വീട് ഷിഫ്റ്റിങ് ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് എന്നെ കൊണ്ട് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും അവർ പറയുന്നില്ല ഇവിടെ. എനിക്ക് സങ്കടം ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞാൽ ഇവിടെ ഫർണിഷ്ഡ് ഹൗസാണ്. അപ്പോൾ ഒരു ടേബിളിന്റെ മാത്രമേ ഇവിടെ കുറവുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കട്ടിലൊക്കെ ഞാൻ വീട്ടിലത്ത് കൊണ്ടുവന്ന കട്ടിലൊക്കെ നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുത്തു. കാരണം ഉമ്മയുടെ വീട് ഉമ്മ വാടക കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ അവരുടെ സാധനങ്ങൾ അവിടെ ആയിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ അവർക്ക് ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കൊടുത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ഒന്നുമല്ല. ഞാൻ കൊടുത്തത് ഒരു 1% മാത്രമാണ്. അപ്പൊ എനിക്ക് ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഒരു ടിവിയും പിന്നെ ഒരു സ്റ്റൗ വാങ്ങിച്ചു കൊടുത്തത്. കൊണ്ട് എന്നെ കൊണ്ട് ഒരുപാട് അവർ അനുഭവിക്കുന്നുണ്ടല്ലോ, ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചു. പിന്നെ എനിക്കായി കടങ്ങളൊക്കെ കുറച്ച് അവരായിട്ട് വീടി അവനൊക്കെ ചെയ്തു തരുന്ന പേരൻസ് ആകുമ്പോൾ നമ്മളൊരു കുഞ്ഞു ഹാപ്പിനെസ് അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അവർ അത്ര കൊടുക്കുമ്പോൾ എന്തൊക്കെയോ ഉമ്മക്ക് സന്തോഷം കണ്ടില്ലേ, എന്റെ മോൾ അത്രയെങ്കിലും തന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ ചോദിക്കാൻ നിനക്കൊരു വീടാകുമ്പോ നിനക്കൊരു വീടാകുമ്പോ എനിക്ക് തരാനില്ലേന്ന് സന്തോഷത്തോടെ പാക്ക് ചെയ്യാൻ കേട്ടോ. പക്ഷെ സാധനങ്ങൾ ഇനിയും എനിക്ക് ഇത് കുറവാണ് കേട്ടോ കൊടുത്തത്. ഇനിയും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഇത്രയെങ്കിലും എത്തിച്ചല്ലോ കൊടുക്കാനുള്ളത്. ഞാൻ വിചാരിച്ചതാണ് ഉമ്മ ഇരിക്കും എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, എന്താ എനിക്കൊരു സമാധാനം ഉണ്ട്. ഉമ്മക്ക് ഹാപ്പി അല്ലേ ഉമ്മ തന്നതില്ല? ഇത് മതി.
അപ്പൊ ഉമ്മാന്റെ സന്തോഷം നമുക്കൊക്കെയല്ലേ വേണ്ടത്. അവരെ ഹാപ്പി ചെയ്യുക ഏത് നിമിഷവും. ഇതുപോലെ എല്ലാ കുട്ടികൾക്കും തരാനുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്ക്. പക്ഷേ ഇന്ന് പറഞ്ഞ ഒരു നല്ലൊരു സാധനങ്ങൾ എന്നോട് ഇതുവരെ ചോദിച്ചില്ല കേട്ടോ, ചോദിച്ചിട്ടില്ല. എനിക്ക് അത് വേണം, അത് വാങ്ങിത്താ, ഇത് വാങ്ങിത്താ, ഒന്നും ചോദിക്കാത്തൊരു ഉമ്മയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ നിന്നോട് ഇത് ചോദിച്ചിട്ടുണ്ടല്ലോ, നിന്റെ ഇഷ്ടം കൊണ്ട് തന്നെ. അതന്നെ, ഇത് ഉമ്മ ചോദിച്ചിട്ടില്ല കേട്ടോ. ഉമ്മ പറഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇത് ഉമ്മ ചോദിച്ചതല്ല കേട്ടോ, ഇത് ഉമ്മ രാവിലെ പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങണം, പാത്രങ്ങൾ വാങ്ങണം, പ്ലേറ്റ്സ് വാങ്ങണം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ പോയിട്ട് കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ നോക്കി വരാം, വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ടില്ല, നോക്കി വരാമെന്ന് പറഞ്ഞതാ. അപ്പം അങ്ങനെ ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് എന്തെങ്കിലും ഒരു ക്ലീനിങ് ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടൊന്നും, ഞാൻ പറഞ്ഞില്ല, ഉമ്മ ഒന്നും പറഞ്ഞിട്ട് നമ്മളോട് ഒന്നും ചോദിക്കാറില്ല, ആവശ്യപ്പെടാറില്ല. ഉമ്മക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഉമ്മന്നെ പോയിട്ട് വാങ്ങും. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത്. ആമീൻ ആമീൻ. അപ്പൊ ഉമ്മ പറയുന്നേ, ഉമ്മക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലോ, അപ്പൊ എനിക്കൊരു വീടാകുമ്പോൾ പെട്ടെന്നൊരു വീടാവട്ടെ, ഉമ്മക്ക് ഒരു ഗിഫ്റ്റ് ഉമ്മ തരാനുള്ളൊരു ഭാഗ്യം എത്തിച്ചു തരട്ടെ എന്ന് പറയാം. സ്വർണ്ണം എത്തിക്കട്ടെ എന്ന് പറയുന്നതാണ്. ഇൻഷാ അല്ലാ നീ ദുവാ ചെയ്യും, അത്ര തന്നെ മതി. ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ദുവാ ചെയ്യും. ഉമ്മാന്റെ മനസ്സിലുണ്ട് തരണം എന്നുള്ളത്. ഇൻഷാ അല്ലാ നീയത്ത് തക്കന്നെ എത്തിച്ചു തരട്ടെ. ഹാപ്പി ആയ മൈജ് ഉമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട്? ആ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണം. എന്ത് ഗിഫ്റ്റ് ഒന്ന് ഇപ്പൊ കൊടുക്കാൻ പറ്റുക? എന്താ ഉമ്മക്ക് ഗിഫ്റ്റ് കൊടുത്ത? നിന്നെ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് കൊടുക്ക മൈജ്? ചെയ്തതുണ്ടല്ലോ, ഇത് സെലക്ട് ചെയ്തത് എന്റെ വലിയ മോനാണ്. വലിയ മോൾക്ക് കൊടുക്കണമെന്ന്. അപ്പൊ വലിയ മോന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ചെറിയ മോനോ ഈ ഗിഫ്റ്റ് കൊടുത്തു, ഇത് വാങ്ങി, ഇത് ഉമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചെറിയ മോനോ ഇത്, വലിയ മോൻ ഇത്. പക്ഷെ വലിയ മോണോ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഞാനപ്പോ അത് കോസ്റ്റ്ലിയാണ്, വേണ്ടെന്നൊക്കെ പറഞ്ഞത്. കാണിക്കാം, മോന്റെ സെലക്ഷൻ ആണ് കേട്ടോ. സൂപ്പർ ഇല്ലേ? വിഷുവിന്റെ സെലക്ഷൻ. ഞാനിപ്പോ സ്കൂളിൽ പോയിട്ടാ. അപ്പൊ ഇതൊക്കെ ഉമ്മ കൊണ്ടുപോകാൻ വേണ്ടി ടേബിളിന്റെ മുകളിൽ കണ്ടിട്ട് അതിന്റെ ഇടയിൽ കൂടി പോവാനുള്ള തിരക്കിട്ട് അതിന്റെ ഇടയിൽ കൂടി ഫുഡ് കഴിക്കാം. പോകാനുള്ള തിരക്ക. ഇപ്പൊ അവിടെ പോയിട്ട് എല്ലാം ഷിഫ്റ്റ് ആക്കണം, റെഡി ആക്കണം എന്നത്.